ഒരിക്കൽ ഒരു സംഘം ആൾക്കാർ കപ്പലിൽ വിനോദയാത്ര ചെയ്യുകയായിരുന്നു. വളരെ ആഹ്ലാദിച്ച് വളരെ സന്തോഷത്തോടെ അവർ മുന്നോട്ട് പോകുമ്പോൾ അവിടെ സംഘത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി അറിയാതെ വെള്ളത്തിൽ കടലിൽ വീഴുവാനിടയായി തീർന്നു. ആ പെൺകുട്ടി നീന്താൻ അറിയായകയാൽ അവൾ മുങ്ങി താഴുകയെന്നത് എല്ലാവരും നോക്കി നിൽക്കുകയാണ്. നീന്താൻ അറിയായിരുന്നിട്ടും ആരും എടുത്തു ചാടി എന്നെ രക്ഷപ്പെടുത്തുകയോ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളോ ചെയ്യാതിരിക്കുമ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ പെട്ടെന്ന് വെള്ളത്തിൽ എടുത്തു ചാടി. ആ പെൺകുട്ടിയുടെ തലമുടിക്ക് പിടിച്ച് വെള്ളപ്പരപ്പിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനിടയിൽ തീർന്നു. വേഗം കപ്പലിലെ ജോലിക്കാർ മുന്നോട്ട് വന്ന് ആ രണ്ടുപേരെയും കപ്പലിനകത്തേക്ക് കയറ്റി രക്ഷപ്പെടുത്തി. ഈ സമയത്തിൽ എല്ലാവരും ആശ്ചര്യത്തോടുകൂടെ ആ പിതാവിനെ വീക്ഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അരികിൽ വന്ന് അദ്ദേഹം ചെയ്ത സാഹസികതയ്ക്ക് ഒരുപാട് അനുമോദനങ്ങൾ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു, നല്ല മനുഷ്യൻ, തൻ്റെ ജീവനെപ്പോലും പണയം വെച്ച് മറ്റൊരു ജീവനെ രക്ഷപ്പെടുത്തിയ നല്ല മനുഷ്യൻ എന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഈ സമയത്തിൽ ആ കപ്പലിൻ്റെ ക്യാപ്റ്റൻ മുന്നോട്ട് വന്ന് ഇദ്ദേഹം ആദരിക്കപ്പെടേണ്ട മനുഷ്യനാണ്, ഒരു പെൺകുട്ടിയുടെ ജീവനെ രക്ഷിച്ചതാണ്, അതുകൊണ്ട് കപ്പലിൽ നിന്നും നമുക്കൊരു നല്ലൊരു പാരിതോഷികം ഈ പിതാവിന് കൊടുക്കണം, ആദരിക്കണം എന്ന് ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ആ നിമിഷം ഒരുങ്ങി വന്നു. വളരെ ആഹ്ലാദത്തോടുകൂടെ അതിമഹത്തായ നിലയിൽ ആ കപ്പലിനുള്ളിൽ ഒരു അനുമോദന ചടങ്ങ് ഒരുങ്ങുകയാണ്. ഈ സമയത്തിൽ ഓരോരുത്തർ വന്നിട്ട് പിതാവിനെ അനുമോദിക്കുകയും ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ വേണ്ടപ്പെട്ടവരെല്ലാം അദ്ദേഹത്തെ ഒരുപാട് നല്ല വാക്കുകൾ പറയുവാനൊക്കിടയായി തീർന്നു. അവസാനം ആ പിതാവിന് മയക്ക് കൊടുത്തു. താങ്കൾക്ക് പറയാൻ എന്താണുള്ളത് പറയാൻ പറഞ്ഞു. അദ്ദേഹം വളരെ ഗൗരവഭാവത്തോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സമ്മാനങ്ങളോ നിങ്ങളുടെ ഒരു അനുമോദന വാക്കുകൾ എനിക്ക് കേൾക്കണ്ട. എന്നെ വെള്ളത്തിൽ ആരാണ് എടുത്തിട്ടത്, അവനെ ആരാണെന്ന് എനിക്ക് കാണിച്ചു തരണം എന്ന് അദ്ദേഹം പറയുവാനിടയിരുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ചാടിയതല്ല, അദ്ദേഹത്തെ ഏതോ ഒരു ചെറുപ്പക്കാരൻ കാലിലെ പൊക്കി വെള്ളത്തിലെടുത്തിട്ടതാണ്. ഇതാണ് കഥ. പ്രിയരെ, ഈ പ്രതികാര ചിന്ത ഈ ന്യൂക്ലിയർ ബോംബ് പോലെയാണ്. പ്രതികാര ചിന്ത പൊട്ടിയാൽ ന്യൂക്ലിയർ ബോംബ് പൊട്ടുന്നത് പോലെ ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ വിപത്തുകൾ സംഭവിക്കുവാനിടയായിത്തീരും. പ്രതികാര ചിന്ത ശത്രുവിനേക്കാളും താണ നിലയിലേക്ക് വ്യക്തിയെ കൊണ്ടെത്തിക്കും. എന്നാൽ ദീർഘക്ഷമ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാണനും നമ്മുടെ ധനത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ഗുണകരമാണ്. യേശു കർത്താവ് ഏതാണ്ട് 5 വിധത്തിൽ 5000-ൽ പരം മുറിവുകളേറ്റവനായി യേശു കർത്താവ് കാൽവരി ക്രൂശിൽ യാതന അനുഭവിക്കുമ്പോൾ കർത്താവിനെ ഉപദ്രവിച്ച പടയാളികൾക്ക് വേണ്ടി കർത്താവ് ക്ഷമിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോടുകൂടെ ക്ഷമിക്കണമേ എന്ന് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, നമുക്ക് ക്ഷമിക്കാം. ക്ഷമ കൊണ്ട് നമ്മുടെ പ്രാണനെ നേടാം. നമ്മുടെ വൈരാഗ്യവും പകയും വിദ്വേഷവും ഒരിക്കലും നമുക്ക് ഗുണം ചെയ്യുന്നതല്ല. അതെല്ലാം വിട്ടുതിരിഞ്ഞ് ദീർഘക്ഷമയോടുകൂടെ ജീവിക്കുകയാണെങ്കിൽ സ്വർഗീയ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാനിടയായിത്തീരും. ഈ കുഞ്ഞു സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.